2024 ആദ്യ 4 മാസങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമയുടെ വളർച്ച പ്രവചനാതീതമായിരുന്നു. മലയാള സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ മാത്രം 1000 കോടിയിലേക്ക് അടുത്തു. ഇതിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ 4 എണ്ണമാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് റിയൽ സർവൈവൽ സ്റ്റോറി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞുമൽ ബോയ്സ്. ആഗോളതലത്തിൽ മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത് 236 കോടിയുടെ കളക്ഷൻ. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നികുതി ഉൾപ്പെടെ 164.58 കോടി ഗ്രോസ് ആണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. കേരളത്തോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും വലിയ സ്വീകാര്യതയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം 64 കോടിയാണ് തമിഴകത്ത് നിന്ന് ഇതുവരെ സിനിമ നേടിയെടുത്തത്. കേരളത്തിൽ നിന്നും 71 കോടിയും കർണാടകയിൽ നിന്ന് 15 കോടിയും ആന്ധ്രാപ്രദേശിൽ നിന്ന് 10 കോടിയും നേടി. അതിജീവനത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, അരുൺ കുര്യൻ, ഗണപതി, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൾ, ഗാലിദ് റഹ്മാൻ, വിഷ്ണു, രഘു, ചന്തു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്ന ഒരു സംഘം സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽപ്പെടുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് സിനിമയിൽ പറയുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരുന്നത്. സിനിമയിലെ താരങ്ങളുടെ പ്രകടനവും മേക്കിങ്ങുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മലയാള സിനിമയുടെ അഭിമാന നേട്ടങ്ങളിൽ 2ാം സ്ഥാനത്തുള്ളത് ബ്ലെസ്സി പൃഥ്വിരാജ് മാജിക് ആടുജീവിതമാണ്. മറ്റൊരു സർവൈവൽ സ്റ്റോറി കൂടിയായ ആടുജീവിതം ബോക്സ് ഓഫീസിൽ ഇതുവരെ നേടിയത് 150 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ നിന്ന് മാത്രമായും മികച്ച കളക്ഷൻ ആടുജീവിതത്തിന് നേടാനായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആടുജീവിതം 77.4 കോടി രൂപയിൽ അധികം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നോവൽ സിനിമയാക്കുകയായിരുന്നു ബ്ലെസ്സി. നോവലിലും അപ്പുറമുള്ള ഒരു വിസ്മയിപ്പിക്കുന്ന സിനിമാ കാഴ്ചയാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്നാണ് പ്രേക്ഷക അഭിപ്രായം. പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും ചിത്രത്തിന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. OTT പ്ലാറ്റ്ഫോമിലൂടെ മെയ് 10-ന് ആടുജീവിതം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. മലയാള സിനിമയുടെ ചരിത്ര നേട്ടത്തിൽ 136 കോടിയുമായി 3ാം സ്ഥാനത്തുള്ളത് ഗിരീഷ് ഏടി ചിത്രം പ്രേമലുവാണ്. മലയാളത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞു ചിത്രമായിട്ടും പ്രേമലു നേടിയത് വൻ വിജയമാണ്. പുതുമ അനുഭവപ്പെടുത്തുന്ന ഒരു മലയാള ചിത്രമായി പ്രേമലുവിന് മാറാനായി എന്നതാണ് ആഗോളതലത്തിലെ കളക്ഷനിലും പ്രതിഫലിച്ചത് എന്നു കരുതാം. നെസ്ലിനും മമിതയും പ്രധാന കഥാപാത്രങ്ങളായ ചിത്രം രാജ്യത്തെ യുവ പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചുവെന്നാണ് കളക്ഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുടുംബ പ്രേക്ഷകരും പ്രേമലു ഏറ്റെടുത്തതോടെ കളക്ഷനിൽ ചിത്രം പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രണയകഥയായിരുന്നു ചിത്രത്തിന്റെ പ്രധാന പ്രമേയം എന്നതിനു പുറമെ രസകരമായ തമാശകളുണ്ട് എന്നതാണ് എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിച്ചത്. നെസ്ലിനും മമിതയും പ്രേമലുവിൽ പ്രധാന കഥാപാത്രങ്ങളായപ്പോൾ ഗിരീഷ് ഏടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ശ്യാം മോഹൻ, അഖില ഭാർഗവൻ, സംഗീത് പ്രതാപ്, മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ നെസ്ലിനും മമിതയ്ക്കുമൊപ്പം പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ സ്റ്റാർസായി മമിത ബൈജുവിന്റെയും നെസ്ലിന്റെയും വളർച്ചയ്ക്കും പ്രേമലു കാരണമായി. ചിത്രത്തെ പ്രശംസിച്ച് സാക്ഷാൽ രാജമൗലി വരെ രംഗത്ത് വന്നത് വലിയ വാർത്തകളായിരുന്നു. അടുത്തതായി തിയേറ്ററിൽ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്നത് ആവേശമാണ്. നിലവിൽ കളക്ഷൻ നേട്ടത്തിൽ 4ാം സ്ഥാനത്തുള്ളതും 1ാം സ്ഥാനത്തേക്ക് വളരാൻ സാധ്യതയുള്ളതുമായ ചിത്രം കൂടിയാണിത്. രംഗണ്ണനും പിള്ളേരും നിലവിൽ 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു. വിഷു ചിത്രങ്ങളിൽ പ്രീ റിലീസിൽ വൻ ഹൈപ്പ് കിട്ടിയ സിനിമയാണ് ആവേശം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദാണ് നിർമ്മിച്ചത്. ജിത്തുവിന്റെ രോമാഞ്ചം എന്ന സിനിമയിൽ കണ്ട അതേ എനർജിയും ആവേശവും ഒക്കെ ഈ ചിത്രത്തിലുമുണ്ട്. ആക്ഷനും കോമഡിയുമാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്കു ശേഷം
70 കോടി നേടി തൊട്ടു പിന്നാലെയുണ്ട്. മമ്മൂട്ടി, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ ബ്രഹ്മയുഗം 60 കോടിയും എബ്രഹാം ഓസ്ലർ 40 കോടിയും അന്വേഷിപ്പിൻ കണ്ടെത്തിയും 20 കോടിയും നേടി മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ 70 ചിത്രങ്ങൾ പുറത്തിറങ്ങിയതിൽ 8 എണ്ണം മികച്ച വിജയം നേടി. 2023 താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വർഷത്തെ നേട്ടം ഒന്നുകൂടി വ്യക്തമാവുക. കഴിഞ്ഞ വർഷം 220 ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വിജയിച്ചത് 16 എണ്ണം മാത്രം. വലിയ ഹിറ്റായത് 5 എണ്ണവും. 2023 മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ 4 മാസത്തെ കളക്ഷനിലേക്ക് എത്തിയിട്ടില്ല. OTT കച്ചവടം നടന്നതുകൊണ്ട് മാത്രം വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വർഷം കൂടിയായിരുന്നു 2023. മഞ്ഞമ്മൽ ബോയ്സിന്റെ വിജയത്തിനു ശേഷം മലയാള സിനിമകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചതും പ്രധാനമായ കാര്യമാണ്.